അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മൾ മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ കേവലം നമുക്ക് മസ്ജിദുൽ ഖുബ, ഖിബലത്തൈനി, ഉഹുദ്, ഖന്തക്ക് തുടങ്ങിയ സ്ഥലങ്ങളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അവർക്ക് ബസ്സിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലങ്ങളെ നമുക്ക് കാണിക്കാൻ അവർക്ക് കഴിയുള്ളൂ. എന്നാൽ ഒരു 25 ദിർഹംസ് കൊടുത്താൽ ഉള്ളേരികളിൽ ഒരുപാട് പ്രസിദ്ധമായ ഒരുപാട് അനുഗ്രഹീത സ്ഥലങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി എടുത്ത കിണറിൻ്റെ മുന്നിലാണുള്ളത്. മാത്രമല്ല നബിതങ്ങൾ ഇവിടെ വരാറുണ്ടെന്നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് ആ കുടിച്ച വെള്ളം ഈ കിണറിലേക്ക് തന്നെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കിണറിലേക്ക് തന്നെ ഒഴിച്ചു എന്നും ചരിത്രത്തിൽ കാണാം. അതുകൊണ്ടാണ് നിങ്ങൾ മുമ്പ് കണ്ടപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെട്ടത് കണ്ടില്ലേ. ആ വെള്ളം ഇതുവരെയായിട്ടും വറ്റിയിട്ടില്ല എന്നാണ്. അപ്പോൾ നിബിധങ്ങളുടെ ഉമിനീർ ചേർന്നിട്ടുള്ള വെള്ളമാണ്, അതെടുക്കാനുള്ള തിരക്കാണ്. ഇതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഒരു 25 ദിർഹംസ് കൊടുത്താൽ അവിടെ സ്വകാര്യം മലയാളികളായ ഒരുപാട് ആളുകൾ ടാക്സി ഡ്രൈവർമാരുണ്ട്, അവർ നമ്മളെ കൊണ്ടുപോയി കാണിച്ചു തരും. കൊല്ലത്തിലെ ഏതെങ്കിലും ഒരു സമയത്താണ് നമ്മൾ ഇതിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ നമ്മൾ കാണണം. ഇത് ഞാൻ റൂമിൽ നിന്ന് ഇങ്ങനെ മനോഹരമായ മദീനയെ വെറുതെ ഇങ്ങനെ എടുത്തതാണ്. വാഹനം പോകുന്നതും അതുപോലെ തന്നെ ബന്ധപ്പെട്ട വെറുതെ ഒന്ന് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വീഡിയോൻ്റെ കൂടെ ചേർത്തതാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹുവിനെ ഹബീബായ തങ്ങൾ ഒരു ജൂതൻ്റെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തോട്ടത്തിലാണ് ഈത്തപ്പഴം നടുന്നത്. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഈത്തപ്പഴം അഥവാ ഈത്തപ്പഴത്തിൻ്റെ മരം അഥവാ ഈത്തപ്പന നട്ട ഒരു ഭൂമിയാണിത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഈത്തപ്പന നടുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് കായെടുത്തു എന്ന് പറഞ്ഞ് ഈത്തപ്പഴം ഉണ്ടായിരുന്ന വലിയൊരു മോജിസത്തിന് സാക്ഷ്യം വഹിച്ച ഒരു പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലത്താണ് ഞാനുള്ളത്. ഇതൊക്കെ നമുക്ക് ബസ്സിൽ പോയ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും, ഒറ്റ പോക്കായിരിക്കും, ചിലപ്പം കാണാനും സാധ്യതയില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഭംഗിയുള്ള സ്ഥലങ്ങൾ നബിതങ്ങളുടെ കരങ്ങളാൽ സ്പർശനമേറ്റിയിട്ടുള്ള അനുഗ്രഹീത ഈ ഭൂമിയൊക്കെ നമുക്ക് ചെറിയൊരു 25 ദിർഹംസ് കൊടുത്താൽ ഈ ഉള്ളേരികളിലൊക്കെ കൊണ്ടുപോയി മനോഹരമായി ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഉംറക്ക് പോകുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഡ്രൈവർ റസാഖിൻ്റെ സ്നേഹിതനാണ്, മദീനയിൽ ടാക്സി ഓടിക്കുന്ന ഒരാളാണ്. എഴുതിയിരിക്കട്ടെ, ഈ സ്ഥലങ്ങളൊക്കെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തൊക്കെ വന്ന് നിസ്കരിച്ച സ്ഥലങ്ങളാണ്. ഇതൊക്കെ പുരാതന കാലത്ത് ഉണ്ടാക്കിയ പള്ളിൻ്റെ ആ രൂപം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇതൊക്കെ വന്ന് കണ്ട് ഇവിടെ വന്ന് നബിതങ്ങളും അതുപോലെ തന്നെ സ്വഹാബത്തും നിസ്കരിച്ച സ്ഥലമാണല്ലോ. ആ ഒരു ബറക്കത്ത് നമുക്ക് എന്തായാലും കിട്ടണം. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലുള്ള മിഹ്റാബ്, ആ രൂപം ഒക്കെ നോക്കി നിങ്ങൾ പള്ളിയുടെ ഇവിടെയൊക്കെ വന്ന് 2 റക്അത്ത് നിസ്കരിക്കുക, അതൊരു വലിയ ഒരു അനുഭൂതിയാണ്. അൽഹംദുലില്ലാ, ഞാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. കാരണം എൻ്റെ പരിചയക്കാരായ ഒരുപാട് ആളുകൾ മദീനത്ത് ഉണ്ടായതുകൊണ്ട് അവർക്ക് പിന്നെ ഒരു ഓട്ടോ ആണ്, ഒരു ട്രിപ്പ് ഉണ്ടാവും. മാത്രമല്ല എൻ്റെ ഹാജിമാർക്ക് ഈ സ്ഥലങ്ങളൊക്കെ വന്ന് കാണാനുള്ളൊരു ഭാഗ്യവും. അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി ഈ ഉംറ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ വിഷയങ്ങളൊക്കെ പറയാറുണ്ട്. ഇതിന് പ്രത്യേക കാശ് കരുതണം. ഇത് നമ്മളുടെ ഉംറ പാക്കേജ് പെടുന്നതല്ല. ഈ ഉള്ളേരികളിൽ പോയിട്ട് സിയാറത്ത് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ വന്ന് കാണണം. ഈ കിണർ, ഇവിടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്ത സ്ഥലങ്ങളാണതൊക്കെ. അതുപോലെ തന്നെ ഈ കെട്ട്, ഇതൊക്കെ ഇവിടെ വന്ന് കണ്ടെങ്കിലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്, ഇതൊക്കെ നമ്മൾ ഇവിടെ വന്ന് കണ്ടെങ്കിലേ നമുക്കിതൊക്കെ എന്താ പറയുക, ആ ചരിത്രം നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരാനും ഒന്ന് ഇമേജ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനിയൊരു മദീന യാത്രയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് തൗഫീഖ് ലഭിച്ചാൽ നിങ്ങൾ എന്തായാലും ഈ ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കണം. ഈ ആളുകൾ തിങ്ങിക്കൂടിയ സ്ഥലമുണ്ടല്ലോ, ഇതൊക്കെ ഉഹുദുമായി ബന്ധപ്പെട്ട ചരിത്ര യുദ്ധത്തിന് സാക്ഷ്യം കുറിച്ച സ്ഥലങ്ങളാണ്. പുണ്യനബിയെ ജിബിരിയിൽ കൊണ്ടുപോയി കിടത്തിയ സ്ഥലമാണത്.
ഇതൊക്കെ നിങ്ങൾ മറ്റു വീടുകളിൽ കണ്ടിട്ടുണ്ടാവണം. എന്നാലും ഞാൻ എത്ര കണ്ടാലും പൂതി തീരാത്ത സ്ഥലങ്ങളാണ്. ഈ കാണുന്ന സ്ഥലം ഇവിടെയായിരുന്നു ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടുപോയി കിടത്തിയത്. ഇവിടെ കയറുമ്പോൾ ഉണ്ടല്ലോ എന്തോ ഒരു കസ്തൂരിയുടെ അതിനേക്കാൾ സുഗന്ധം. കാരണം നബി തങ്ങളുടെ ആ ശരീര സ്പർശനം ഏറ്റിയ ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് അറിയാതെ റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞു പോകും. പിന്നെ എന്തോ ഒരു സുഗന്ധമാണെന്നറിയും. ഞാനവിടെ പോയി അൽഹംദുലില്ലാഹ് എൻ്റെ ഹാജിമാരൊക്കെ പോയിട്ടുണ്ട്. ഇനി വരുന്ന പാക്കേജ് വരുന്ന ഇൻഷാ അല്ലാഹ് ഹജ്ജ് പെരുന്നാൾ കഴിഞ്ഞ് മുഹറം മാസത്തിലാണ്. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെ ബുക്ക് ചെയ്യാവുന്നതാണ്. 95 62 233 854 ഇതാണ് നമ്പർ. ഇൻഷാ അല്ലാഹ് ഞാനവിടെ പോയിരുന്നു. ഈ സ്ഥലങ്ങളൊക്കെ എൻ്റെ ഹാജിമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഹബീബായ ഒരു തല വെച്ച രൂപത്തിൽ കണ്ടില്ല നിങ്ങൾ? അവിടെയാണ് നബി തങ്ങൾ ഉഹുദിൽ മുറിവുണ്ട്, നെറ്റി പൊട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ പല്ല് പൊട്ടിയിട്ടുണ്ട്. ഹബീബായ തങ്ങളെ കൊണ്ടുപോയി കിടത്തിയ സ്ഥലം, കിടത്തുക എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ അവിടെ ചാരിയിരുന്ന സ്ഥലം. അവിടെയൊക്കെ എന്തോ ഒരു സുഗന്ധമെന്നറിയോ. അപ്പോൾ ഇത്രയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ, ചരിത്ര ഉറങ്ങുന്ന ഒരുപാട് നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുരാഗം അറിയാതെ കടന്നു വരുന്ന സ്ഥലങ്ങളാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.